അവളെ വിളിക്കണോ? ഞങ്ങൾക്കൊരു കത്ത് കിട്ടി, വായിക്കട്ടെ. ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ്. എന്നിട്ട് ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട്. തെമ്മാർത്തരവെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? അതായത് നേരത്തെ വീഡിയോ ചെയ്ത് ആളുകളെ അറിയിക്കുകയാണ്. അതാരടാ? ഞാൻ അറിയാതൊരു പുതിയ കാര്യം. അവിടെ നടക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്നത് ആരായാലും അത് ചെയ്യുന്നത് മോശമാണ്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? ഇത്ര നേരം നീ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തൊരു മണ്ടനാണ് ഞാൻ എന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ ഇപ്പൊ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു. നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. ഈശ്വര, പരീക്ഷിക്കല്ലേ. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നന്നായിട്ടുണ്ട്. എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ഇത് അവിടെ നിന്ന് എടുത്ത് അയച്ചാണോ മൊബൈലില്? അയച്ചല്ല, എന്റെ ചാനലിൽ ഇട്ടതാ. വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഹോറോസ്കോപ്പിംഗ്. ഇമാതിരി വലിയ കാര്യങ്ങളില് മോള് തലയിടണ്ട. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? അതെ, എന്ന തൽക്കാലം ഞാൻ പറയുന്നില്ല. അല്ല 2-3 ആഴ്ച കൊണ്ട് എന്റെ ഞാൻ ഇടാൻ വേണമെങ്കിൽ വേണ്ട, കണ്ടാത്തോണ്ട. അല്ല, നേരത്തെ ഇത് മുൻകൂട്ടി കണ്ട് ഇതെങ്ങനെ ഇടും? അതിന് നീ കുറച്ച് പാടുപെട്ടിരിക്കുമല്ലോ. കുറച്ച് ബുദ്ധിമുട്ടി. ഞാൻ നീ കയ്യില് പിന്നെ വല്ല ഫോണുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് അവരെ വിട്ട, അവരെ വിട്ട് ചെക്ക് ചെയ്തതാ. ഇല്ല ചേട്ടാ, അടുത്ത ആഴ്ചത്തെ എടുത്തിട്ടില്ലേ? സത്യം പറ. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. ഇത് ശരിക്കും നല്ലൊരു പ്രവൃത്തിയാണോ? ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോക്കാനും പോകുന്നില്ല. എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യണം, നിങ്ങൾ കളിക്കണം, ജയിക്കണം. അതല്ലേ? എന്താ നങ്ങേലിക്ക് സംശയമുണ്ടോ? ഇല്ല. അതൊന്ന് മൂത്തോക്കി പറയൂ. ഇല്ല. ഞങ്ങൾക്ക് 7ന്റെ പണി തരികയാണോ? എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 8ന്റെ പണി തിരിച്ചു തരും. അയ്യോ സാർ അങ്ങനെ പറയില്ലേ സാർ. ഒരു കുടുംബം പോറ്റാനുള്ളതാണ് സാർ. ഇനി ഇത് ആവർത്തിക്കില്ല സാർ. എല്ലാവരോടും കൂടിയാ പറയുന്നത്, കരുതിയിരുന്നോ? പിങ്ങുന്ന ഹൃദയവുമായി യാത്രയാകുന്നു ഞാൻ. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ, CPU പോയ കമ്പ്യൂട്ടറിനെ പോലെ. ഇനിയും കഥ തുടരും.